ലോകം കല്ലും മണ്ണും വെള്ളവും വായുവും കൊണ്ട് മാത്രം ഉണ്ടായതല്ല, വാക്കുകൊണ്ടുകൂടിയാണ് ലോകം ഉണ്ടായത്. വാക്കില്ലാത്തവരുടെ ലോകം വാക്കുള്ളവരുടെ ലോകത്തേക്കാൾ വളരെ വളരെ ചെറുതാണ്. മിണ്ടാപ്രാണി എന്ന് നമ്മൾ മൃഗങ്ങളെയും മറ്റും വിളിക്കാറുണ്ട്. ദയവിൻ്റെ ഒരു സ്വരം അതിലുണ്ട്, ഒരു മിണ്ടാപ്രാണിയെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഒരു അഹങ്കാരം ആ പ്രയോഗത്തിലുണ്ട്. ഞങ്ങൾ മിണ്ടും പ്രാണികളാണ്. ഒരു പൂച്ചയുടെ ഒച്ച വളരെ പരിമിതമാണ്. 2-3 തരത്തിൽ മാത്രമേ പൂച്ച സംസാരിക്കാൻ പറ്റൂ. പൂച്ചയുടെ നിഘണ്ടു എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേജ് പോലും ആവശ്യമില്ല. മറ്റു മൃഗങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്, പക്ഷികളുടെ 2-3 ശബ്ദങ്ങൾ അത്രേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്റെ വാക്കുകൾ അപരിമേയമാണ്, ഒരുപാടുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ കുറിച്ച് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഭാഷയുണ്ട് എന്നുള്ളതാണ്. രാമൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അവസാന ആ കാര്യം പറയണ്ടായി. നമ്മൾ ഭാഷയിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ്. വി ആർ ലിംഗ്വിസ്റ്റിക് ആനിമൽസ്. അതുകൊണ്ടാണ് നമുക്കൊരു സംസ്കാരം ഉണ്ടാക്കാൻ പറ്റുന്നത്. കമ്മ്യൂണിക്കേഷൻ, വിനിമയത്തിലൂടെ, കൊള്ളക്കൊടുക്കയിലൂടെ. നല്ല മലയാളമാണ്, കൊള്ളലും കൊടുക്കലും. ഈ കൊള്ളക്കൊടുക്കയുടെ ചരിത്രമാണ് സംസ്കാരത്തിന്റെ ചരിത്രം. അപ്പോൾ മനുഷ്യന്റെ ചരിത്രത്തെ കുറിച്ച് പറയാൻ, മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയാൻ നമുക്ക് വളരെ അടിസ്ഥാനപരമായി സ്വീകരിക്കാവുന്ന ഒരു പരികല്പനയാണ് ഭാഷ, വാക്ക് എന്നുള്ളത്. ആദിയിൽ വചനമുണ്ടായി എന്ന വാക്യത്തിന് വചനമുണ്ടായപ്പോൾ ഒരു പുതിയ ആദിയും അഥവാ തുടക്കവും ഉണ്ടായി എന്നും പറയാം. ഭാഷയില്ലാത്ത മനുഷ്യരുണ്ടായിട്ടുണ്ടാവും. ഭാഷ വികസിക്കുന്നതിന് മുമ്പേ മനുഷ്യ ജീവിതം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഭാഷ ഉണ്ടായതിനു ശേഷമുള്ള മനുഷ്യ ജീവിതം അതിന് മുമ്പുള്ള ജീവിതത്തെക്കാൾ വളരെ വളരെ വ്യത്യസ്തമാണ്. കൂടുതൽ പ്രകാശമുള്ളതാണ്, കൂടുതൽ താളമുള്ളതാണ്, കൂടുതൽ വിമോചനപരവും ആണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇക്കാര്യം എളുപ്പത്തിൽ പറയാറുണ്ട്. വേർഡ് എന്ന വാക്കും വേൾഡ് എന്ന വാക്കും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന്. നമ്മുടെ വേർഡിന്റെ കൂടി സ്ഥലം ആണ്. ലോകാനുഭവങ്ങളെ, കലാനുഭവങ്ങളെ നാം സ്ഥാനപ്പെടുത്തുന്നത്, ഓർക്കുന്നത്, വീണ്ടും ഓർക്കുന്നത്, കൈമാറുന്നത്, വ്യാഖ്യാനിക്കുന്നത് ഇതെല്ലാം ഭാഷ കൊണ്ട് ആണ്. ഇവിടെ പറയുന്നത് താഴെയുള്ള സുഹൃത്തുക്കൾ കേൾക്കുന്നത് ഭാഷ എന്നൊരു നിലയ്ക്ക് മാത്രമാണ്. അപ്പൊ നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള ഒരു വിചാരം ഉണ്ടാവണമെങ്കിൽ, ഭാവന ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭാഷ വേണം. മലയാളത്തിലെ ഭാഷയെ സംബന്ധിച്ച ഏറ്റവും നല്ല കാഴ്ചപ്പാടുള്ള ഒരുപാട് കവികളുണ്ട്. അതിൽ ഞാൻ ഒന്നാമതായി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചുള്ളിക്കാടിന്റെ കുറച്ച് മുമ്പ് എഴുതിയ ഒരു കവിതയിൽ ഭാഷ ഇല്ലാത്തവരെ പറ്റി അതിനാടകീയമായിട്ടൊരു പ്രസ്താവനയുണ്ട്. അതിതാണ്: മൂകഗോത്രങ്ങളുടെ മുഖഗോഷ്ഠികൾ. മൂകഗോത്രങ്ങളുടെ മുഖഗോഷ്ഠികൾ. മൂകതയിൽ ജീവിക്കുന്ന ആളുകൾ, മിണ്ടാനാവാത്ത ആളുകൾ, അവർക്ക് ചെയ്യാനാവുന്നത് മുഖം കൊണ്ടുള്ള ഗോഷ്ഠി മാത്രമാണ്. ഗോഷ്ഠിയുടെ കളിയെന്ന് അർത്ഥമുള്ളത്, നെഗറ്റീവായിട്ടുള്ള അർത്ഥമില്ല കേട്ടോ. ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ വിനിമയം വേണം. അപ്പോൾ മുഖം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മിണ്ടലിന് പകരം മൂക ഗോത്രങ്ങളായി മാറിയവർക്ക് മുഖഗോഷ്ഠികൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് കവിതയുടെ ഒരു നാടകീയമായ സന്ദർഭത്തിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ബാലചന്ദ്രൻ ഈ ആശയം കിട്ടിയത് ഷേക്സ്പിയറിൽ നിന്നാണ്. ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഒരു സോണറ്റിൽ സ്പീച്ച്ലെസ് ട്രൈബ്സ് എന്നൊരു പ്രയോഗം കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഏതാണ്ട് കൃത്യമായ മലയാളമാണ് മൂക ഗോത്രങ്ങൾ എന്നുള്ളത്. I will live in this poor rhymes by the insults over dull speechless tribes എന്നുള്ളത് ഷേക്സ്പിയറുടെ ഒരു സോണറ്റിലെ ഒരു ഭാഗം ആണ്. അതുകൊണ്ട്
നമ്മൾ ഭാഷയുടെ വീട്ടിലാണ് ജീവിക്കുന്നത് എന്ന് ഇപ്പൊ എല്ലാവരും പറയുന്നത്. MA വരെ പഠിച്ച ആളുകൾ മാത്രമല്ല, സാധാരണ മനുഷ്യർ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഭാഷയുടെ വീട്ടിലാണ് ജീവിക്കുന്നത് എന്ന്. ഭാഷയുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ഭാഷയുടെ കൂട്ടിലും നമ്മുടെ ഭാഷയുടെ നാട്ടിലും ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഭാഷാ മൃഗങ്ങളാണ്, പറഞ്ഞല്ലോ, നമ്മൾ ഭാഷാ മൃഗങ്ങളാണ്. നമ്മുടെ സാമൂഹ്യ അസ്തിത്വത്തിന്റെ ഒരു നിദാനം തന്നെ ഭാഷയാണ്. ഇപ്പൊ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുണ്ടായി, അതിനടിസ്ഥാനം ഭാഷയാണ്, സംസ്കാരം പോലുമല്ല, ഭാഷയാണ്. ചില സംസ്ഥാനങ്ങൾക്ക് ഭാഷ തന്നെ പേരാണ്. തെലങ്കാന, അത് കർണാടകം, അവർ ഭാഷ തന്നെയാണ് പേര്, സംസ്ഥാനത്തിന്റെ പേര് തന്നെ ഭാഷയാണ്. എന്തുകൊണ്ട് ഭാഷ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. എല്ലാ സ്വേച്ഛാധിപതികളും, അതായത് ഞങ്ങൾ മാഷന്മാർ, ഏറ്റവും കൂടുതൽ ഞാൻ റിട്ടയർ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ ആലോചിച്ച പല വിഷയങ്ങളിൽ, പ്രത്യേക യാത്രയപ്പോ അതിന്റെ ലഹരിയൊന്നും ഉണ്ടായിരുന്നു, സാധാരണ സഞ്ചി എടുത്ത് ബസ്സിൽ കയറി വീട്ടിലേക്ക് വന്നു. ആലോചിച്ചൊരു കാര്യം, ഞാൻ ചെറുപ്പത്തിലേ മാഷായതാണ്, ഇത്രയും കൊല്ലം ഏത് വാക്കാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അത് മിക്കവാറും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് ബി സൈലൻസ് പ്ലീസ് അതായത് ഇല്ലേ, മിണ്ടരുതെന്നായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക. ആ മഹാഭാവത്തിന്റെ ഓർമ്മയോടുകൂടിയാണ് ഞാൻ വീട്ടിലേക്ക് വൈകുന്നേരം മടങ്ങിയെത്തിയത്. ഇത് അധ്യാപകർ എന്ന് പറയുന്ന സ്വേച്ഛാധിപതികളുടെ മാത്രമല്ല, എല്ലാ സ്വേച്ഛാധിപതികളുടെയും വാക്കാണ്, പ്രയോഗമാണ്. മിണ്ടരുത്. ചുറ്റുള്ള ലോകത്തേക്ക് പോവുക, പ്രകൃതിയെ നോക്കുക. ഇപ്പോ ഇത് ഒച്ചയുണ്ട്, ഈ ഗാന്ധി പാർക്കിൽ ഒരുപാട് മരങ്ങളുണ്ട്. നമ്മുടെ കാതിന് കുഴപ്പം കൊണ്ട് ആ മരങ്ങളൊക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടായി, അത് ഭാഷയാണോന്ന് അറിയില്ല, ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതി വാസ്തവത്തിൽ മൗനത്തിന്, നിശബ്ദതയ്ക്ക് എതിരാണ്. പ്രകൃതിയുടെ വാക്കുകൾ, ഒച്ചകൾ തുടരുന്നുണ്ട്. അങ്ങനെ പ്രകൃതി സ്വന്തം നിലനിൽപ്പ് അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, മരങ്ങളുണ്ട്, അല്ലെ, പക്ഷികളുണ്ട്, കടലുണ്ട്, പുഴകളുണ്ട്, കാറ്റുണ്ട്. കാറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദത്തിന്റെ ഒരു സ്രോതസ്സാണ്. അപ്പൊ പ്രകൃതി എങ്ങനെ ഭാഷയാണോ ചോദിച്ചാൽ അല്ല, പക്ഷെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ ശബ്ദത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് തീർച്ചയായും ഈ പറഞ്ഞ ഭരണാധികാരികളുടെ, സ്വേച്ഛാധിപതികളുടെ ഒരു സ്വഭാവമാണ്. അതിനെതിരെയാണ് ജനാധിപത്യം എന്ന ആശയം നമുക്ക് വെക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മിണ്ടുന്ന മനുഷ്യരാണ്. പണ്ട് പി കുഞ്ഞിരാമൻ നായർ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ ഒരു കസേര മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ ഇരിക്കുന്നത് ഒരു തവണ പി കുഞ്ഞിരാമൻ നായർ കുട്ടിയായിരുന്നപ്പോ, അല്ല രവിയേട്ടൻ, കുഞ്ഞിരാമൻ നായരുടെ മകൻ രവീന്ദ്രൻ നായർ കുട്ടിയായിരുന്നപ്പോ വീട്ടില് ഒരു കസേരയിൽ ഇരുന്നു. ആ കസേര മുത്തശ്ശി ഇരിക്കുന്ന കസേര, അതായത് കുഞ്ഞിരാമൻ നായർ അച്ഛൻ ഇരിക്കുന്ന കസേരയാണ്. ആ കസേരയിൽ കുട്ടിയായ രവീന്ദ്രൻ കയറി ഇരുന്നപ്പോ അത് കണ്ട കുഞ്ഞിരാമൻ നായർ ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച കാര്യം ഒരു ഇളവുമില്ലാതെ രവീന്ദ്രൻ നായർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വേച്ഛാധിപതികൾ ഇങ്ങനെ ഒരു കസേര മാത്രം അവർ തന്നെ തീരുമാനമെടുക്കുക, അവരുടെ ഭാഷകളാണ് നമ്മൾ അനുകരിക്കേണ്ടത്, അവരുടെ രീതികളാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്നുള്ള ഒരു സങ്കല്പം വാസ്തവത്തിൽ ഉണ്ട്. പക്ഷെ സ്വേച്ഛാധിപതികൾ ഈ ഏകശാസനത്തിന്റെ ഭാഗമായിട്ട് ഭാഷയെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അതിനെതിരായിട്ടാണ് വാസ്തവത്തിൽ ജനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ സമരങ്ങളുടെ പിന്നിലും ഭാഷയുടെ ഒരു കുതിപ്പുണ്ടായിട്ടുണ്ട്. ഉദാഹരണം നേരത്തെ പറയണ്ടേ, എല്ലാ സമരങ്ങളും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ ഇന്ത്യയിലെ ഭാഷ സജീവമാകുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരം, കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ വരുന്നു, എഴുത്തുകാർ വർദ്ധിക്കുന്നു, വായനക്കാർ വർദ്ധിക്കുന്നു, ഭാഷയുടെ വികാസം ഉണ്ടാവും. അപ്പോൾ ഏത് സമരത്തിന്റെയും ഒരു പ്രീ കണ്ടീഷൻ, ഒരു മുൻകൂറായിട്ടുള്ള ഒരു വ്യവസ്ഥ തന്നെ ഭാഷയുടെ വികാസമാണ്. നമ്മുടെ കവിതയ്ക്ക് വലിയ മാറ്റം ഉണ്ടായത്, നമ്മുടെ കവിതയിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടെ കടന്നു വന്നത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്കറിയാം. ഭാഷയെ ഉണർത്താതെ ഒരു സമരവും ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ആണ്. ഇതാണ് എൻ്റെ അടിസ്ഥാന സങ്കല്പം. ഈ കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് ഇവിടെ പറയാൻ ഉള്ളത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കവി ആയിട്ടുള്ള വേർഡ്സ് വർക്ക്, ഒരുപാട് പ്രിയപ്പെട്ട കവികളുണ്ട്. ആണ് ഒരു പ്രിയപ്പെട്ട കവി എന്ന് പറയുന്നത്. അദ്ദേഹം ലൂസി എന്ന് പറയുന്ന ഒരു പരമ്പര എഴുതിയിട്ടുണ്ട്. ലൂസി എന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള, ഭാവനയിലുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു പരമ്പര എഴുതിയിട്ടുണ്ട്. ആ ലൂസി പറയുന്നത്, ഞാൻ ശബ്ദങ്ങൾ സ്വീകരിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ്, എന്റെ അടിസ്ഥാന ഭാഷ പ്രകൃതിയിൽ നിന്നാണ് ലൂസി പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഷകളുടെ, ശബ്ദങ്ങളുടെ ഒരു ലോകമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. കാരണം മിണ്ടരുത് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അധികം ദൂരത്തല്ല എന്ന ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമാധാനപരമായി ഉറങ്ങുന്ന മനുഷ്യര് പയ്യന്നൂരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാണിയാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സ്ഥലങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്തോ ഒരു ഭീതിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഭീതി നമ്മുടെ വർത്തമാനങ്ങളെ, നമ്മുടെ ചലനങ്ങളെ, നമ്മുടെ ഭാഷാ പ്രകാശനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥ അധികം ദൂരെയല്ലാതെ ഉണ്ട് എന്നുള്ള ഭീതിയാണ്. അടിയന്തരാവസ്ഥ കാലം ഞാൻ ഹൈസ്കൂൾ പഠിച്ച കാലമാണ് അടിയന്തരാവസ്ഥ കാലം. എന്നേക്കാൾ പ്രായമുള്ള പലരോടെയും ഉണ്ട്, അവർക്ക് തിട്ടമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അന്ന് നമുക്ക് പ്രസംഗം നിരോധിക്കപ്പെട്ടിരുന്നു, നാടകം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, വാൾ പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഭാഷയുടെ അടിസ്ഥാനപരമായ കഴുത്ത് പിടിക്കലാണ് വാസ്തവത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത്. അതൊരു സൂചനയാണ്, ഒരു ഇന്ത്യൻ സൂചനയാണ്. ഭാഷയിൽ നിന്ന് നിയന്ത്രിച്ചിട്ടാണ് എല്ലാ സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതിന്റെ കാര്യമാണ്. ഇനി ഭാഷ നമുക്ക് തരുന്ന ഒരു ഉത്സാഹങ്ങളുണ്ട്, വളരെ പ്രധാന ഉത്സാഹം തരുന്നു ഭാഷയിൽ. ഇപ്പൊ ഈ യോഗം, ഞാനൊരു ഗ്രാമർ താരമല്ല, സെലിബ്രിറ്റി അല്ല, എന്നെ പോലെ ഒരു ചെറിയ മനുഷ്യർ ഈ നാട്ടുകാർ തന്നെ അവർ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴും ഒഴിഞ്ഞ കസേര പൊതുവെ കുറവാണ്. എല്ലാ സമയത്തും ഞാനല്ല, വേറൊരാൾ സംസാരിക്കും അങ്ങനെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഭാഷയോടുള്ള ഒരു കമ്പാണ്. മറ്റുള്ള മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ സ്വേച്ഛാധിപതികൾക്ക് രണ്ട് ചെവി ആവശ്യമില്ല എന്ന് പറയാറ്. കാരണം അയാളുടെ ചെവി പറയുന്നത് കേൾക്കാനേ താല്പര്യമുള്ളൂ. നമുക്ക് രണ്ട് ചെവിയുണ്ട്. ഒരു ചെവിയിലൂടെ നമ്മൾ ലോകത്തെ കേൾക്കുന്നു, മറ്റേ ചെവിയിൽ നമ്മൾ നമ്മളെ തന്നെ കേൾക്കുന്നു. അങ്ങനെ ലോകത്തെയും നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മളെയും നമ്മൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ രണ്ട് ചെവി എന്ന് നമുക്ക് പ്രതീകാത്മകമായിട്ട് പറയാവുന്നതാണ്. അത് സ്വേച്ഛാധിപതികൾക്ക് ഒറ്റ ചെവി മാത്രമേ ആവശ്യമുള്ളൂ. ചങ്ങരപ്പുഴ സാറിന്റെ ഒരു നാടകമുണ്ട്, അതിൽ ഒറ്റ ചെവി മാത്രമുള്ള കഥാപാത്രം. അയാളെ മാത്രമേ കേൾക്കുകയുള്ളൂ. അയാളെ ഭാര്യ പറയുന്നത് കേൾക്കില്ല, അയാളെ മാത്രമേ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് അയാൾ ഒറ്റ ചെവി മതി എന്ന് കാണിക്കുന്ന ഒരു ചെറിയ നാടകം ശങ്കരപ്പുഴ സാറിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്, ജി ശങ്കരപ്പള്ളിയുടെ. അപ്പോ ഇങ്ങനെ ഭാഷയ്ക്ക് ഒരുതരം ഔത്സുക്യമുണ്ട്, ഭാഷയ്ക്ക് ഒരുതരം പ്രത്യേകതരം ജീവനുണ്ട്, ഭാഷയ്ക്ക് ഒരു പ്രത്യേകതരമായിട്ടുള്ള എന്തോ ഒരു ഉജ്ജ്വലത ഉണ്ട് എന്ന് മനസ്സിലാക്കൽ പ്രധാനമാണ്. അതുകൊണ്ട് ഞാനൊരു കഥാപാത്രത്തിലേക്ക് വരികയാണ്. നോവൽ പോലെ നിഘണ്ടു വായിക്കുന്ന ഒരാളെ കുറിച്ചുള്ള ഒരു സങ്കല്പം. അയാളുടെ വീട്ടിൽ ഒരു പുസ്തകമേ ഉള്ളൂ, ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ കാര്യം, നമ്മുടെ അപ്പുടെ മാഷിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ ഞാൻ ആ അന്നൂര് വഴി പോകുമ്പോൾ ഇപ്പോൾ മാഷൊക്കെ സന്ദർശിക്കും. ഞാൻ കുറച്ച് വിഷമത്തോടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കൽ പോയപ്പോൾ പറഞ്ഞു, ഞാൻ പുസ്തകം എല്ലാം സഞ്ജയന് കൊടുത്തു. അന്നൂക്കാരൻ സഞ്ജയന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ വായനശാല കൊടുത്തു എന്നാണ്. എല്ലാം മാഷിന് ഒരുപാട് പുസ്തകമുണ്ട്, ആ പുസ്തകങ്ങൾ മുഴുവൻ സഞ്ജയന് കൊടുത്തു. അത് മാഷ് പറഞ്ഞു, എന്നെ കൈകാലം പിടിച്ചിട്ട് സങ്കടപ്പെട്ടൊന്നുമല്ല, മാഷിക്ക് നല്ല ശാരീരിക സൗഖ്യമില്ല, അതുകൊണ്ട് മാഷ് സങ്കടമൊന്നും കാണിച്ചില്ല. ഇവിടെ ശബ്ദാരാവികൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ മാഷ മുഖത്തേക്ക് നോക്കിയാൽ കരഞ്ഞു. അവിടെ മാഷ മുഖത്തേക്ക് നോക്കി, ഞാൻ ജാഗ്രതയോടെ പുറത്തേക്ക് നോക്കി. കാരണം നമ്മുടെ മലയാള ഭാഷയിലുള്ള മിക്കവാറും വാക്കുകളുടെ പുസ്തകം ആണല്ലോ ശബ്ദാരാവലി. മറ്റു നോവലും കവിതയും കഥയൊക്കെ കൊടുത്തുവെങ്കിലും അതിലുള്ള വാക്കുകൾ മുഴുവൻ മാഷ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഷ ഒരു വസ്തുത പറഞ്ഞാണ്. ബാക്കി പുസ്തകങ്ങളൊക്കെ കൊടുത്തു, പിന്നെ ഇത് ഇവിടെ ബാക്കിയുണ്ട്. പക്ഷെ അത് പ്രതീകാത്മകമായിട്ട് ദാർശനികമായി നോക്കുമ്പോൾ അതിന് മറ്റൊരു തലം കൂടി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നിഘണ്ടുവിനെ ഒരു നോവൽ പോലെ, കവിത പോലെ വായിച്ച് ആസ്വദിക്കുന്ന മനുഷ്യർ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നോവൽ തന്നെ നിഘണ്ടുവിനെ മട്ടിൽ എഴുതിയിട്ടുണ്ട്. ഡിക്ഷണറി ഓഫ് ഗസാർസ് കുറെ മുമ്പ്, 10-35 കൊല്ലം മുമ്പ് എന്ന നോവലാണ്. പിന്നെ അത് നിഘണ്ടുവിന്റെ മട്ടിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞുകൊള്ളട്ടെ. ഒരു വാക്കിൽ ഒരു ലോകം അഥവാ പല അനുഭവങ്ങൾ ഇരമ്പി നിൽക്കുന്നു എന്നതാണ്. ഈ ഡിക്ഷണറി നിർമ്മാതാക്കളെ അവരോട് വലിയ ഇഷ്ടമുണ്ട്. മലയാളത്തിൽ ശബ്ദാരാവലി എഴുതിയ ആളോട് നമുക്ക് വലിയ ഇഷ്ടമുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഡിക്ഷണറിയുടെ ആമുഖം നിങ്ങളാരും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ വായിക്കാറില്ല. ഡിക്ഷണറിക്ക് ആമുഖം ഉണ്ടോ ആരും നോക്കാറില്ല, നമുക്ക് വേണ്ട. പക്ഷെ നിങ്ങളുടെ അബദ്ധവശാലോ ശബ്ദാരാവലിയുടെ പിന്നെ ആമുഖം വായിക്കുകയാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. സുഖം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എന്റെ നിഘണ്ടുവിൽ കൊടുത്തിട്ടുണ്ടെന്ന് വരികിലും വാസ്തവത്തിൽ ജീവിതത്തിൽ എനിക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വാക്യം ഈ നിഘണ്ടുവിൽ. ഞാൻ ആദ്യമായി വില കൊടുത്ത് വാങ്ങിയ വലിയ പുസ്തകം ഈ ശബ്ദാരാവലിയാണ്. അതെനിക്ക് 1000 രൂപ ശമ്പളമില്ല, 155 രൂപ കൊടുത്തിട്ട് പിന്നെ ആ ഡിക്ഷണറി വാങ്ങിച്ചു. അത് വായിക്കാൻ വേറെ പുസ്തകം ആദ്യ ദിവസം ഇല്ലാത്തതുകൊണ്ട് ഈ ഡിക്ഷണറിയുടെ ആമുഖം വായിച്ചു തുടങ്ങി. അന്നാണ് ശരിക്കും കരയേറുന്നത് എന്ന് തോന്നുന്നു. സുഖം എന്ന വാക്കിന്റെ അർത്ഥം രവി എഴുതിയിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചാ ആ നീലക്കുപ്പായിട്ടാണ് മനുഷ്യരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കണ്ണൂർ പോയിട്ടാണ് പിന്നെ ഡിക്ഷണറി വാങ്ങിച്ചത്. അപ്പോ സുഖം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എന്റെ നിഘണ്ടുവിൽ കൊടുത്തിട്ടുണ്ടെന്ന് വരികയും വാസ്തവത്തിൽ എനിക്കത് അനുഭവിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് എഴുതിയ ആളാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച നിഘണ്ടുവിന്റെ രചയിതാവ്. കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ പുസ്തകമാണെന്ന് പറഞ്ഞു. ഇതിനൊക്കെ വാക്കിനെ എത്ര വൈകാരികമായിട്ടാണ് ആളുകൾ കാണുന്നത്. അത് കോപ്പിറൈറ്റ് എന്ന വാക്കൊന്നും നമ്മുടെ ഭാഷയിൽ ഉണ്ടെന്ന് നിങ്ങൾ കൊടുത്ത പൈസ വാങ്ങി മിക്കവാറും ആൾക്കൊന്നും കിട്ടാറില്ല. ഈ എന്താണ് ഈ കവിത തെവിടിശിയാണോ പണം മേടിക്കാൻ എന്നൊക്കെ വിചാരിക്കുന്ന കവിത വന്ന കാലമാണ്. അപ്പോ സാഹിത്യം ഒന്നും കിട്ടാത്തൊരു കാലത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വാക്യം എഴുതി വെച്ചത്. ആ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു.
അപ്പോ ഒരു വാക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു ശേഖരമാണ്. ഇറ്റ് ഈസ് എ റെപ്പോസിറ്ററി ഓഫ് ഇമോഷൻസ്. ഒരുപാട് എന്താണ് വികാരങ്ങളുടെ സ്ഥാനമായിട്ട്, ഒരു ശേഖരണ സ്ഥലമായിട്ട്, ഒരു ഖജനാവായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വാക്കിനെ സങ്കല്പിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കടത്തി പറയാം, ഒരു വാക്ക് തന്നെ ഒരു കൃതിയാണ്. ഒരു വേർഡ് ഈസ് എ ടെക്സ്റ്റ്, ഒരു വേർഡ് ഈസ് എ വർക്ക് ഓഫ് ആർട്ട്. ഒരു വാക്ക് തന്നെ ഒരു കൃതിയാണ്, ഒരു ടെക്സ്റ്റാണ്. അത് മൗലികമായി ഒരു ജീവിതാവസ്ഥയിൽ നിന്ന്, ഒരു അറിവിൽ നിന്ന് ഉണ്ടാകുന്നു. ഒരു വാക്കുണ്ടാവുന്നത് ഒരു സന്ദർഭത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അറിവിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്നാണ്. പക്ഷെ പല ആളുകൾ പലയിടത്തായി പല ജീവിത സന്ദർഭങ്ങളിൽ ആ വാക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെയല്ലേ? നമ്മൾ ബസ് എന്നുള്ള വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പല സന്ദർഭങ്ങളിൽ പല ആവശ്യത്തിന് വേണ്ടി ബസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമല്ലോ. അപ്പൊ ആ ഉപയോഗങ്ങളിലൊക്കെ അടയാളങ്ങൾ ആ വാക്കിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അങ്ങനെ ഒരു വാക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക സ്ഥാനമായിട്ട് മാറും. അങ്ങനെയാണ് സമൂഹത്തിൽ വാക്ക് പ്രവർത്തിക്കുന്നത്. ആ എല്ലാ ഉപയോഗങ്ങളുടെയും അടയാളങ്ങൾ ആ വാക്കിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു വാക്കും ആ വാക്ക് മാത്രമല്ല. ഞങ്ങൾ സ്കൂൾ അധ്യാപകർ പ്രത്യേകിച്ചും വാക്കുകളെ പരിമിതപ്പെടുത്താൻ ഗവൺമെന്റുകൾ നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്. ഈ വാക്കിന് ഇത്ര അർത്ഥമേ ഉള്ളൂ. പണ്ടൊക്കെ സമൂഹത്തിന് അർത്ഥമില്ല. നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ പറ്റുമല്ലേ? എന്റെ പ്രായത്തിൽ 60 വയസ്സ് കഴിഞ്ഞു. എന്റെ പ്രായമുള്ള ആളുകൾക്ക് അറിയാം. ഇപ്പോഴത്തെ അധ്യാപനം ചെയ്യുന്ന പോലെയല്ല. പണ്ട് അമ്മ, മാതാവ്, സമം, അമ്മ. പണ്ട് സമ, ഇപ്പൊ സമം വിട്ട് ഒരു വരെയാണ് ഇടുന്നത്. അത് ശരിയാ. പണ്ട് ഇത് തെറ്റാണ്. കാരണം മാതാവ് സമം, അമ്മ മാത്രമല്ല, പല അർത്ഥങ്ങൾ അതിലുണ്ടാവും. പല അർത്ഥങ്ങൾ അമ്മ എന്നുള്ള വാക്കിലുണ്ടാവാം. നമ്മൾ കണ്ടുപിടിക്കുന്നിടത്തോളം അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പോ മനുഷ്യനൊരു വാക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഉപയോഗങ്ങളുടെ ഒക്കെ പശ, ട്രേസ് അല്ലെങ്കിൽ അടയാളങ്ങൾ ആ വാക്കിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും എന്നുള്ള വിചാരം നമുക്ക് ആവശ്യം ഉണ്ട്. അതുകൊണ്ടാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങിയ സമയത്ത് യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഭൂതം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തെ ഉപയോഗിക്കുക ഫോക്ലോറാണ്. മാർക്സ് എല്ലാ വിജ്ഞാന ശാഖകളിലും താല്പര്യമുള്ള മനുഷ്യനാണ്. അന്ന് ഫോക്ലോർ എന്നുള്ള വാക്കുകളോ എനിക്കറിയില്ല. പക്ഷെ യൂറോപ്പിന്റെ ഫോക്ലോറിലുള്ള ഭൂതം, നമ്മൾ തെയ്യം എന്നൊക്കെ പറയുന്ന പോലെ, പിശാച് എന്ന് പറയുന്ന പോലെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഭൗതികവാദത്തെ കുറിച്ചൊരു പുസ്തകം തുടങ്ങുന്നത്. നല്ല തമാശ. ഭൗതികവാദത്തെ കുറിച്ച് ലോകത്തിലുള്ള ഏറ്റവും മികച്ച ഒരു പുസ്തകം തുടങ്ങുന്നത് ഒട്ടും ഭൗതികവാദം അല്ലാത്ത ഒരു പ്രസ്താവനയോട് കൂടിയാണ്. ഭൂതം എന്ന വാക്ക് കേന്ദ്ര സ്ഥാനത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഭൂതം എന്നുള്ള വാക്കിന്റെ സാധ്യതകൾ അത് പാസ്റ്റ് എന്നുള്ള അർത്ഥമല്ല, ഇല്ലേ? പാസ്റ്റ് എന്ന അർത്ഥത്തിലല്ല നമുക്കറിയാം. പഴയ കാലത്തെ അർത്ഥത്തിലല്ല, ഭൂതത്തിലുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു തുടക്കത്തിലൂടെ ആളുകളെ ആകർഷിക്കുക മാത്രമല്ല, യൂറോപ്പിന്റെ ഭാഷാ സംസ്കൃതിയെ അടയാളപ്പെടുത്താനും മാർക്സിന് എംഗൽസിനും കഴിഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ എന്ന് നമുക്ക് അറിയാം. ഇനി ഞാൻ ചില ഉദാഹരണം, സമയത്തിന്റെ പ്രശ്നമുണ്ട്, വളരെ ലേറ്റ് റണ്ണിംഗ് ആണ് നമ്മുടെ മീറ്റിംഗ്. അപ്പൊ നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വാക്ക്, 2-3 വാക്ക് പറഞ്ഞിട്ട് അതിന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. അത് മണ്ണെണ്ണ എന്നുള്ള വാക്ക്. മണ്ണെണ്ണ ആ വാക്കിനെ ഞാൻ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്. കാരണം അത് അസൽ മലയാള വാക്കാണ്. സംസ്കൃതത്തിന്റെയോ ഇംഗ്ലീഷിന്റെയോ അല്ലെങ്കിൽ മറ്റു ഭാഷകളുടെയോ ഒരു സ്പർശമില്ലാത്ത, ഒരു മണമില്ലാത്ത അസൽ മലയാള വാക്കാണ് മണ്ണെണ്ണ. കെറസിൻ ഓയിൽ എന്നതിന്റെ മലയാളമാണോ മണ്ണെണ്ണ? ഇതാണ് ചോദ്യം. ഞാൻ പറയുന്നു കെറസിൻ ഓയിൽ എന്നതിന്റെ മലയാളമല്ല മണ്ണെണ്ണ എന്ന്. കാരണം ഇപ്പോ സുധാകരൻ ഉണ്ടല്ലോ, ട്രാൻസ്ലേറ്ററാണ്. അപ്പൊ അദ്ദേഹം കന്നഡയിൽ നിന്നൊരു വാക്യം വായിക്കുന്നു, മലയാളത്തിൽ ആലോചിക്കുന്നു, എഴുതുന്നു. അതിലെ വിവർത്തനാണ്. പക്ഷെ കെറസിൻ ഓയിൽ എന്ന വാക്ക് ഓർത്തിട്ടാണോ മണ്ണെണ്ണ വാക്ക് ഉണ്ടാക്കിയത്? അല്ലല്ലോ, അല്ല. ഇവിടെ റേഷൻ പീടിയിൽ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന എത്ര പേർക്ക് കെറസിൻ ഓയിലിന്റെ വാക്കറിയാം? അതുകൊണ്ട് ഉറപ്പാണ് കെറസിൻ ഓയിലിന്റെ മലയാളമല്ല മണ്ണെണ്ണ. പിന്നെ എന്താണ് മണ്ണെണ്ണ? ഈ മണ്ണെണ്ണ നമുക്ക് അറിയുന്ന ഒരുപാട് എണ്ണകളുണ്ട്. നല്ലെണ്ണ, എള്ളെണ്ണയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. ഇല്ലേ, വെളിച്ചെണ്ണ ഗംഭീര വാക്കാ, വെളിച്ചം ഉണ്ടാക്കുന്ന എണ്ണ ഇല്ലേ, മറ്റൊരു അസ്വര വാക്കാണ്. അങ്ങനെയാണെങ്കിൽ വൈസ്വര വാക്കാണ്. അപ്പോ പിന്നെ എണ്ണയുടെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം പ്രകടിപ്പിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള മലയാള വാക്കാണ് വെളിച്ചെണ്ണ എന്നുള്ളത്. അങ്ങനെ കെറസിൻ ഓയിൽ എന്നുള്ള വാക്കിൽ നിന്ന് വന്നതല്ല മണ്ണെണ്ണ. വാസ്തവത്തിൽ അത് ഒരു പുതിയ വാക്കാണ്. ആ വാക്കിനെ പിന്നെ ആളാണ് ഇതിന്റെ മണം, സാധാരണ എണ്ണയുടെ മണമൊന്നുമല്ല. ഇപ്പൊ വെള്ളെണ്ണയ്ക്കും വെളിച്ചെണ്ണക്കൊക്കെ വ്യത്യസ്ത മണമുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്തോ സ്വാധർമ്മ്യം. ഇത് അങ്ങനെയൊന്നും അല്ല, അത്ര കട്ടിയില്ല, പ്രത്യേകതരം മണം, അപരിതമായ ഫോറിൻ സ്മെൽ, അപരിതമായ മണം നമുക്കുണ്ട്. അപ്പൊ അത് എന്താണെന്ന് അന്വേഷിച്ചു ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇതിങ്ങനെ കുഴിച്ചെടുക്കുന്നത് തന്നെയാണ്. ആ ബോധത്തിൽ നിന്നാണ് മണ്ണെണ്ണ എന്ന വാക്ക് വന്നത്. ഇത് വെളിച്ചെണ്ണ പോലെയല്ല, എള്ളെണ്ണ പോലെയല്ല, ഇത് പുതിയ എണ്ണയാണ്. ഇത് ഏതെങ്കിലും വിത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല, ഇത് കുഴിച്ചെടുക്കുന്നതാണ്, മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ആ ബോധത്തിൽ നിന്നുണ്ടായ അസൽ മലയാളം ആണ്, ഒരു കവിത തന്നെയാണ് മണ്ണെണ്ണ എന്ന വാക്ക്.
അങ്ങനെ മണ്ണിൽ നിന്ന് എണ്ണയോ, മണ്ണ് പണ്ടൊക്കെ നിസ്സാരമായി പറയുന്നു, എന്തായാലും പറയില്ല മണ്ണ് നിസ്സാരാണ് അല്ലെ. മണ്ണാങ്കട്ടാന്ന് പഴയ പോലെ ആരും പറയാറില്ല. നമുക്ക് ഓരോ മണ്ണാങ്കട്ടകളെ വില നമുക്ക് പല അർത്ഥത്തിൽ അറിയാം. ഭൗതിക ശാസ്ത്രപരമായിട്ട് അറിയാം, എക്കോളജിക്കലായിട്ട് അറിയാം, പണത്തിന്റെ രീതിയിൽ അറിയാം. ഒരു ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഇത്ര ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് മണ്ണാങ്കട്ടാന്ന് പറഞ്ഞാൽ ഇപ്പം ആരും പറയാറില്ല. മണ്ണിന്റെ വില മാറിയാണ് എല്ലാ ഭാഷ പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ മണ്ണിന്ന് പോലും എണ്ണയോ, അപ്പൊ സ്വയം ഉത്തരം കണ്ടു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരിക്കുന്നു. ശാസ്ത്രം പുരോഗമിച്ചു, മനുഷ്യന്റെ ചിന്താശേഷി വർദ്ധിച്ചു, മനുഷ്യന്റെ സാങ്കേതിക വിദ്യയുടെ ശക്തി വർദ്ധിച്ചു. അങ്ങനെ ഒരു പുതിയ ലോകം ഉണ്ടായിരിക്കുന്നു. മണ്ണിൽ നിന്ന് പോലും എണ്ണ കുഴിച്ചെടുക്കുന്ന ഒരു ലോകം ഉണ്ടായിരിക്കുന്നു. ഇതുവരെയുള്ള എണ്ണയുടെ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കുന്നു, പുതിയ അധ്യായം ഉണ്ടായിരിക്കുന്നു. ഏതെങ്കിലും സസ്യ വിത്തിന്റെ ഞെരുക്കലിലൂടെ ഉണ്ടാവുന്നതല്ല ഈ എണ്ണ, മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. ചില സ്ഥലങ്ങളിൽ അത് കിട്ടും, അത് പല കാര്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പുതിയ കാലം ഉണ്ടായിരിക്കുന്നു. അഥവാ വേറെ രീതിയിൽ പറഞ്ഞാൽ മണ്ണിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്ന കാലത്തിനുള്ള ആധുനികതക്കുള്ള ഇവിടെ കുറെ PhD-കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പറയാം, ആ മോഡേണിറ്റിക്കുള്ള അഭിവാദനമാണ് മലയാളിയുടെ മണ്ണെണ്ണ എന്ന് പറയുന്നത്. ആധുനികതയ്ക്ക് മലയാളം കൊടുത്ത ആദ്യത്തെ അഭിവാദനങ്ങളിൽ ഒന്നാണ് മണ്ണെണ്ണ എന്നുള്ളത്. മണ്ണെടുത്തിങ്ങനെ തന്നെയാണ്. മാച്ച് ബോക്സിന്റെ മലയാളം നല്ല തീപ്പെട്ടി. മാച്ച് ബോക്സിന്റെ മലയാളമായിട്ട് തീപ്പെട്ടി. തീപ്പെട്ടി എന്ന് പറയാം ഇതിന് വർഷം തീ. ഈ ലോകത്തെ ഏറ്റവും നിയന്ത്രിക്കാനാവുന്ന സാധനത്തിനാണ് തീ അല്ലെ. അതിൽ ആരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ലോകത്തിൽ ആർക്കും നിയന്ത്രിക്കാൻ എളുപ്പമല്ലാത്ത ഒരു സാധനമാണ് തീ. തീ പോലെ പടർന്നുള്ള ശൈലി. പക്ഷെ തീയെപ്പോലും ഉൾക്കൊള്ളുന്ന ഒരു പെട്ടി, തീയെ ജയിലിലിടുന്ന ഒരു പെട്ടി ഉണ്ടായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആധുനിക കാലം ഉണ്ടാക്കിയിരിക്കുന്നു, മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നു. അതിലാണ് തീപ്പെട്ടി എന്ന ആശയം ഉണ്ടാവുന്നത്. മാച്ച് ബോക്സിനെക്കാളും എത്രയോ കാവ്യ ഭംഗിയുള്ള സാംസ്കാരിക ഭംഗിയുള്ള വാക്കാണ് ഈ തീപ്പെട്ടി എന്ന വാക്ക്. പുതിയ ഒരു വാക്ക്. തീയെ തടവിടുന്ന കാലം ഉണ്ടായിരിക്കും. തീയെ പോക്കറ്റിലോട്ട് കൊണ്ടുപോകും. വേണ്ട സമയത്ത് വരച്ച് തീയുണ്ടാക്കാവുന്ന ഒരു മാന്ത്രിക പേടകം ഉണ്ടായിരിക്കുന്നു. അതാണ് തീപ്പെട്ടി. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ മറ്റൊരു വാക്കാണ് ട്രെയിൻ എന്നതിനേക്കാളും എത്രയോ ഗംഭീരമായിട്ടുള്ള അർത്ഥത്തിന്റെ ആഘോഷമായിട്ടുള്ള തീവണ്ടി എന്ന വാക്ക്. ട്രെയിൻ എന്ന വാക്കിന് നിരനിരയായി പോകുന്നതാണ് അർത്ഥം. മറ്റൊരർത്ഥമൊന്നുമില്ല. ട്രെയിൻ ഓഫ് ഇമേജസ് എന്ന് പറയരുത്, ഇമേജുകളുടെ നിര, മറ്റൊരർത്ഥമില്ല. ഈ തീവണ്ടി എന്ന വാക്ക് ഉത്പാദിപ്പിക്കുന്ന ദൃശ്യഭംഗിയോ സാംസ്കാരിക ഭംഗിയോ ഊർജപരമായിട്ടുള്ള ഭംഗിയോ ഒന്നുമില്ലാത്ത വാക്കാണ് ട്രെയിൻ. നിരനിരയായി പോകുന്നതാണ് ട്രെയിൻ എന്ന് പറയുന്നത്. മറ്റൊരർത്ഥമൊന്നുമില്ല. പക്ഷേ ഈ വാക്ക് തീവണ്ടി എന്ന വാക്ക് തീ കൊണ്ടോടുന്ന വണ്ടി. കുതിരവണ്ടി കണ്ടിട്ടുണ്ട്, കഴുതവണ്ടി കണ്ടിട്ടുണ്ട്, കാളവണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ തീവണ്ടി എന്ന് പറയാൻ അതിന് ബേസിക്കായി നമ്മൾ കാണുന്നത് തീയാണ്. അല്ല ഇന്ധനമൊന്നുമല്ല, തീയാണ്. പണ്ടത്തെ വണ്ടി പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഓർമ്മയിൽ അങ്ങനത്തെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീവണ്ടി എന്ന വാക്ക് വന്ന കാലത്ത് ഈ ഒരു ആശയമുണ്ട്. അപ്പോൾ തീ കൊണ്ട് ഓടിക്കുന്ന വണ്ടി അത് മലയാളിയുടെ വളരെ മൗലികമായ ഭംഗിയുള്ള വാക്കാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ വാക്ക് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഏതായാലും മലയാളിയുടെ ഭാവന ഗംഭീരമാണെന്ന് കാണിക്കാൻ നമുക്ക് ഹാജരാക്കാവുന്ന ഏത് ഭാഷാ കോടതിയിലും ഹാജരാക്കാവുന്ന ഒരു തെളിവാണ് തീവണ്ടി എന്ന വാക്ക്. ടെക്സ്റ്റ് എന്നുള്ള വാക്ക്. ഈ ടെക്സ്റ്റ് എന്നുള്ള വാക്കിനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പാഠം എന്നാണ്. അത് ഈ പറഞ്ഞ ഉണക്കമണ്ഡിതന്മാരുണ്ടാക്കിയ വാക്ക്. പാഠം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്, വേറെ വാക്ക് വഴിയില്ലാത്തത്. ടെക്സ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിന്റെ ഒരു ചെറിയ അളവ് പോലും പാഠം എന്നുള്ള വാക്കിലില്ല. ധാരാളം ഉണ്ടാക്കിയത് നമ്മളെ കണ്ടുപിടിക്കാം, ഇല്ല. പണ്ഡിതന്മാർക്ക് ഇങ്ങനത്തെ ചിന്താശേഷിയിൽ വളരെ ചെറിയ ഭാഷാ പണ്ഡിതന്മാർക്ക് ചെറിയ റോളേ ഉള്ളൂ. മാധവക്കുട്ടി ഡോക്ടർ P.P. രവീന്ദ്രനുമായി നടത്തിയ ഇംഗ്ലീഷ് ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്യൂരിസ്റ്റായ ഭാഷാ ശുദ്ധിയിൽ നിർബന്ധവും മൗലികവാദമുള്ള ഒരാളാണ് പന്മന രാമേന്ദ്രൻ നായർ. എന്നോട് വലിയ ഇഷ്ടമാണ്, മരിച്ചുപോയി. എന്നൊക്കെ വലിയ ഇഷ്ടമാണ്. അതാണ് എന്റെ അവാർഡ് തന്നത് അദ്ദേഹം പുസ്തകത്തിൽ. വലിയ ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാനല്ല, അദ്ദേഹത്തെ മാധവക്കുട്ടി പരിഹസിക്കുന്നത്. ഇംഗ്ലീഷ് തന്നെ വാക്ക് ഞാൻ പറയാം. Had I written in the language prescribed by Professor Panmana, I would never have become Madhavakutti. That's വാക്യം. Had I written in the language prescribed by Professor Panmana Ramendran Nair, I would never have become Madhavakutti. പന്മന രാമേന്ദ്രൻ നായർ ഉദ്ദേശിച്ച ഭാഷയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളതെങ്കിൽ, അത് ശുദ്ധ മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഞാൻ ഒരിക്കലും മാധവക്കുട്ടി ആകുമായിരുന്നില്ല എന്ന് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മാസികയിൽ ഡോക്ടർ P.P. രവീന്ദ്രൻ നടത്തിയ ഇന്റർവ്യൂ മാധവക്കുട്ടി കുറെ 10-30 കൊല്ലം പറയുന്നത്. അത് സത്യമാണ്. വേറെ പരിഹസിക്കുന്ന ഒരു വാക്യമല്ല. പന്മന രാമേന്ദ്രൻ നായർ ഇസ്ത്രീയിട്ട വാക്കുകളുടെ ആളാണ്. വളരെ കൃത്യമായിട്ട് ഇസ്ത്രീ എന്നുള്ള വാക്ക് ഒരു പോർച്ചുഗീസ് വാക്കാണ് കേട്ടോ. അത് നമ്മുടെ വാക്ക് ഇസ്തിര എന്നുള്ള വാക്കിന് ഉണ്ടാക്കിയ വാക്കാണ് ഇസ്ത്രീ, മലയാള വാക്കല്ല.
ആയിരിക്കട്ടെ. അപ്പോ അദ്ദേഹം വളരെ അദ്ദേഹത്തോട് അയാളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാമ്പ് വേണ്ടെന്നതില്ല നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ പ്രൊഫസർ സ്റ്റാമ്പ് വേണ്ടവരെന്നല്ല ചോദിക്കേണ്ടത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അത് അറിയാത്തവരോട് അദ്ദേഹം പരിഹസിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റാമ്പ് വേണ്ടവർ ഇവിടെ കയറിയെന്നതിൽ അദ്ദേഹം മറുപടി പറയുന്നതിൽ പ്രതീക്ഷയിൽ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മാസികയിൽ ഒരാൾ കത്തെഴുതിയതിന്റെ ഓർമ്മയിൽ ഉണ്ട്. പോട്ടെ. അപ്പോ പിന്നെ തുണി എന്ന് നമ്മുടെ മലയാളത്തിൽ പറയാം. ആശയ തുണി എന്നാണ് ടെക്സ്റ്റിന്റെ ഒരു മലയാളം. ആശയങ്ങളുടെ തുണിയാണ് ടെക്സ്റ്റ്. അതിലൊരു ഒരു വൈരുദ്ധ്യാത്മകതയുടെ ഒരു തത്വം, ഒരു ശക്തിയുണ്ട്. അതായത് ഏത് ടെക്സ്റ്റിലും ഒന്നിനെതിരായ മറ്റൊന്നുണ്ടാവും. നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാനൊരു കവിത പറയുന്നു, എനിക്ക് വളരെ ഇഷ്ടം. നിങ്ങളെ അസാധ്യ മലയാളത്തിലെ ഏറ്റവും നല്ല കവിത ഇതാണെന്ന് ഞാൻ മൈക്കിലൂടെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം പക്ഷെ ഇങ്ങനെ കൂടി അതിലില്ലേ ഉണ്ടാവും. ഒരു കൃതിയും ഒറ്റ അർത്ഥം കൊണ്ട് ജീവിക്കുന്നില്ല. നമുക്ക് വേണം വാശി പിടിച്ചിട്ട് ഈ കവിതയിൽ ഈ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. പക്ഷെ അതിൽ എതിരായ അർത്ഥങ്ങൾ കൂടി അത് അറിയാതെ ഉണ്ടാവും. അതാണ് അതിന്റെ ഊർജം. ഒരു കവിതയിൽ ചരിത്രം ജീവിക്കുന്നുണ്ടെങ്കിൽ, ചരിത്രം എന്നാൽ മിശ്ര വ്യവസ്ഥയാണ്, ശുദ്ധ വ്യവസ്ഥയല്ല. ഒരു കൃതിയിൽ ചരിത്രം ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്നിനെതിരായിട്ട് ആശയം അറിയാണ്ടുണ്ടാവും. യാതൊരു സംശയമില്ല. അതാണ് സാഹിത്യത്തിന്റെ ഊർജം എന്ന് പറയുന്നത്. അത് ഗ്രന്ഥകർത്താവിന് അറിയില്ല. എഴുതാൻ ഞാൻ എഴുതലില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഗ്രന്ഥകർത്താവിന്റെ അനുമതി ഇല്ലാതെ അയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിന് എതിരായ ചില അർത്ഥങ്ങൾ കൂടി ഒരു കൃതിയിൽ കടന്നിരിക്കുന്നുണ്ടാവും. അതാണ് ഒരു കൃതിയുടെ യഥാർത്ഥമായ ചരിത്രപരത എന്ന് പറയുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ടെക്സ്റ്റ് എന്നുള്ളത്. ടെക്സ്റ്റ് എന്ന വാക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു വാക്കാണ്. ഈ നേരത്തെ പറഞ്ഞ പാഠം എന്ന ഈ കച്ചവടം എന്ന വാക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് തോന്നുന്നു ഇല്ലേ? അതിനെപ്പറ്റി പറയാനുണ്ട്. അതിനെപ്പറ്റി മാത്രമായിരുന്നു ഈ മീറ്റിംഗിൽ എനിക്ക് ഒരു മണിക്കൂർ കസറായിരുന്നു. കച്ചവടം എന്നല്ല പറയാം, ഞാൻ ഒരു മിനിറ്റോട് പറയാം. അത്രയും പറയാനുള്ള വലിയൊരു വാക്കാണ് കച്ചവടം എന്ന് പറയുന്നത്. ഈ കച്ചവടം എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ കക്ഷാപട എന്നുള്ള വാക്കുണ്ട്. സംസ്കൃതത്തിൽ കക്ഷാപട, അത് പ്രാകൃതത്തില് കച്ചാവടം എന്നായി. ഈ സംസ്കൃതം ഒറിജിനലിനെ കുറച്ച് കഴിയുമ്പോഴാണ് പ്രാകൃതമാകുന്നത്, മറിച്ചല്ല. കച്ചാപടം, ഈ കക്ഷാപടം എന്നുള്ള വാക്കിന്റെ അർത്ഥം നഗ്നത മറക്കാനുള്ള വസ്ത്രം എന്നാണ്, കോണകെന്നാണ്. നഗ്നത മറക്കാനുള്ള വസ്ത്രമാണ് കച്ചാപടം. അത് വിൽക്കുന്നതാണ് ആദ്യത്തെ കച്ചവടക്കാരൻ. പിന്നെ അതിന് ഒരു അർത്ഥവികാസം ഉണ്ട്. ഇതാണ് ഈ ഭാഷാശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന സാങ്കേതിക പദം. കക്ഷാപട കച്ചവട എന്നുള്ള വാക്കിന് ഒരു അർത്ഥവികാസം ഉണ്ടായി. അങ്ങനെയാണ് കച്ചവടക്കാരൻ. എല്ലാം കൊട മാത്രമല്ല, എന്ത് വിൽക്കുന്ന ആളെ കച്ചവടക്കാരെന്ന് പറയാം എന്ന് ഉള്ള ആശയം ഒരു ഘട്ടത്തിലുണ്ട്. ഇത് പലർന്നും പറയാൻ പറ്റില്ല, ഉണ്ടായി. അപ്പൊ കച്ചവടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കോടകത്തെ കുറിച്ച് ഓർമ്മിക്കുന്നത് ഭാഷാശാസ്ത്രശാസ്ത്രപരമായി നല്ലതായിരിക്കുന്ന മാത്രമല്ല അനിവാര്യമാണ്. ഒരു കോടകം ഈ വാക്കിന്റെ ഉള്ളിൽ എവിടെയോ ചുരുണ്ടിട്ടോ പതുങ്ങിയിട്ടോ ഇരിക്കുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇതെന്താ പറയാ, എനിക്ക് 5 മിനിറ്റ് കൂടിയാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ട് 5 മിനിറ്റ് കണക്കായിട്ട് പറയാം. അത് മൗനത്തെ കുറിച്ച്. അൺട്രൂ, അസത്യം, ഒരു വാക്കിനോട് കുഴപ്പമില്ല. ഡ്രാമ, പയ്യന്നൂർ നാടകത്തിന്റെ സ്ഥലം, വല്ല കുഴപ്പമുണ്ടോ വാക്കിന്? ഇല്ല. ലൈ, കള്ളം. അഷെയിംഡ്, ലജ്ജിക്കുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. കുറ്റവാളി, മതി, നാട്യം, ഗുഡ, കാപട്യം, അരാജകവാദി, അഹങ്കാരം. ഈ വാക്കൊന്നും ഒരു കുഴപ്പമില്ല, ആരും തെറി പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനമായ ഇന്ത്യൻ പാർലമെന്റിൽ ഇങ്ങനെയുള്ള 64ഓളം വാക്കുകൾ ഉച്ചരിക്കാനുള്ള അനുവാദം ഇല്ല. ഉച്ചരിച്ച പിടികൂടൊന്നുമില്ല, അത് പാർലമെന്റ് രേഖയിൽ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി ഉച്ചരിക്കുന്നു. ഈ MP MLA മാരെല്ലാം പോയിട്ട് ഉച്ചരിക്കുന്നത് MP മാർ, രാജ്യസഭയിലും ലോക്സഭയിലും MP മാർ നമുക്ക് വേണ്ടി ജനപ്രതിനിധികളാണ്. ഈ ഗുണ്ടയെ തന്നെ വിളിക്കണ്ടേ? ഗുണ്ടയെ മഹാത്മാഗാന്ധി വിളിക്കാൻ പറ്റും? അല്ല, വിളിക്കേണ്ട സമയത്ത് വിളിക്കാൻ ഭാഷ, അതിനാ ഭാഷ. അല്ല, നാളെ വിളിക്കാനില്ല. ഈ സന്ദർഭത്തിൽ എന്താണ് വിളിക്കേണ്ടത്? ആ സമയത്ത് ഉപയോഗിക്കേണ്ട സാംസ്കാരിക ആയുധത്തിന്റെ പേരാണ് ഭാഷ. അത് നാളെ വിളിച്ചാൽ മതിയോ? ഗുണ്ടയെ വിളിക്കണം, ഡ്രാമ എന്ന് വിളിക്കാൻ പാടില്ല. പിന്നെ നാടകത്തെ കുറിച്ച് വന്നിട്ട് ഏതെങ്കിലും ഒരു MP പറയണമെങ്കിൽ ആക്ഷൻ കാണിക്കേണ്ടി ഡ്രാമ എന്ന് പറയാൻ പാടില്ല. കേരളത്തിൽ ഡ്രാമ കുറച്ചും കൂടി പൈസ കേരളത്തിലെ സംഗീത കലാകാരന് കൊടുക്കണം. കേന്ദ്രത്തിലെ MP പറയണമെങ്കിൽ പറയാൻ പറ്റില്ല. ഡ്രാമ എന്ന് പറഞ്ഞുകൂടാ, പറഞ്ഞ രേഖയിൽ ഉണ്ടാവില്ല, അതിന് വിലയില്ലാന്നർത്ഥം. ഇങ്ങനെ ഭയങ്കര സൈദ്ധാന്തിക ഭാഷയിൽ പറയാം. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ട്, അതിന് കഴിവില്ലാത്തതുകൊണ്ട്. 64 വാക്കാ നിരോധിച്ചത്.
ഞങ്ങൾക്ക് ഏറ്റവും വിഷമം തോന്നിയെന്ന് പറയും, നമ്മുടെ വലിയ ഭാഷാ പണ്ഡിതന്മാർ, യൂണിവേഴ്സിറ്റികൾ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ അക്ഷരം വേണ്ടി അത് ദുഷ്ടന്മാര്. ഞാൻ നോക്കി പേര് പറയാൻ, നടുവട്ടം ഗോപാലകൃഷ്ണൻ ഒരു പേര്, ഭാഷാശാസ്ത്രത്തിന്റെ ഒരു ബ്രഹ്മാവാണ് പുള്ളി. അദ്ദേഹത്തിന്റെ പ്രസ്താവന നോക്കി, എവിടെയെങ്കിലും ഈ വാക്കുകൾ നിരോധിക്കപ്പെട്ട സമയത്ത് ഇവര് ഭാഷാശാസ്ത്രത്തിന്റെ പേരിൽ ശമ്പളം വരുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഭാഷാ പണ്ഡിതൻ അല്ലെ ഈ PhD എടുത്ത എത്രയോ യുവാക്കൾ യുവതികൾ ഇതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ട് എനിക്കറിയില്ല, ഞാനവിടെ കണ്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്താവന പിൻവലിക്കാം. അപ്പൊ ഈ നമ്മുടെ ഔദ്യോഗിക പണ്ഡിതന്മാരുടെ പാണ്ഡിത്യത്തെ, വിവേചനശേഷിയെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലുള്ള ബഹുസ്വരതയുടെ ഒരു രാജ്യത്ത്, പല സംസ്കാരങ്ങൾ പുലരുന്ന രാജ്യത്ത് പല പ്രതിനിധാനങ്ങൾ വേണം, പല സംസ്ഥാനങ്ങൾ. അപ്പൊ പല ഭാഷകൾ അവിടെ ഉണ്ടാവും, അവരെ ഉപയോഗിക്കേണ്ട ഭാഷയാണ് ഈ 64 വാക്കുന്നാല് ഓരോ ഇന്ത്യൻ ഭാഷയിൽ ശരിക്കൊക്കെ അതിന്റെ ഒരുപാട് എണ്ണം കൂടും. ആ വാക്കുകൾ പാർലമെന്റ് പറഞ്ഞൂടാ എന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ ധാരാളമായി പറയാനാവട്ടെ, നമുക്ക് വാക്കുകൾ ധാരാളമായി കേൾക്കാനാവട്ടെ. ഭാഷയുടെ ബഹുസ്വര സംഗീതമാണ് ഏറ്റവും മികച്ച സാമൂഹ്യ അനുഭവം എന്ന് ICUവിൽ കിടന്ന എല്ലാവരും പറയാം. ICUവിൽ കിടന്ന ആളുകളുടെ അനുഭവമാണ്. ഞാൻ ICU കിടന്നിട്ടുണ്ട്. ICUവിൽ കിടന്ന ആളുകൾക്ക് എല്ലാം അറിയാം. ഭാഷ കേൾക്കാനാവാത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ലോകത്തെ ഏറ്റവും നാരകീയമായ സന്ദർഭങ്ങളാണ് എന്ന്. അതുകൊണ്ട് ഭാഷ സൂക്ഷിക്കുക, ഭാഷ ഉപയോഗിക്കുക, ഭാഷയുടെ ഉപയോഗത്തിൽ ചിന്തിക്കുക, കൂട്ടായി ആലോചിക്കുക. ഇതാണ് വാസ്തവത്തിൽ വിമോചനത്തിന്റെ ഒരു പ്രാഥമിക നടപടി എന്ന വിചാരം വേണം. ഞാൻ ഇങ്ങനെ എത്രയും വാക്കുകളെ കുറിച്ച് എനിക്ക് പറയാം, തിയറി എന്നുള്ള വാക്കിനെ കുറിച്ച് പറയാൻ ആലോചിച്ചിരുന്നു, അത് ഞാൻ വിട്ടുകളയുന്നു. സൂചനാവാദം തരാം, എഴുതി വന്നുകൊണ്ട്. തിയറി എന്നുള്ള വാക്കും തിയേറ്റർ എന്നുള്ള വാക്കും തമ്മിൽ ബന്ധമുണ്ട്. സിദ്ധാന്തം എന്നുള്ള വാക്കും തിയറി എന്നുള്ള വാക്കും തമ്മിൽ ബന്ധം കുറവാണ്. സിദ്ധാന്തം അന്തത്തിൽ സിദ്ധിക്കുന്നതാണ്, അവസാനം കിട്ടുന്ന ആ സിദ്ധാന്തം. പക്ഷെ തിയറി എന്ന് പറഞ്ഞാൽ അതല്ല. തിയറി എന്ന് പറഞ്ഞാൽ വാക്ക് ഉണ്ടായിരിക്കുന്നത് തിയ എന്നുള്ള വാക്ക്. തിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം കാണുക. അതെല്ലാം തിയേറ്റർ എന്നുള്ള വാക്കുണ്ടാവും. അതിലാണ് തിയറി എന്നുള്ള വാക്കുണ്ടാവുന്നത്. അപ്പൊ ലോകത്തെ കണ്ടിട്ട് എന്നാണ് തിയറി. പക്ഷെ ഇന്ത്യൻ വാക്കായിട്ടുള്ള സിദ്ധാന്തം അന്തത്തിൽ കണ്ണടച്ച് അവസാനം അന്തത്തിൽ സിദ്ധിക്കുന്നു. വലിയ വ്യത്യാസം. ഒന്ന് ഭൗതികവാദപരമാണ്, മറ്റൊന്ന് ആത്മീയമാണ്. അപ്പൊ ആ വാക്കുകൾ തമ്മിൽ രണ്ട് ലോക കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ വാക്കിന്റെ പിന്നിലും ഇരമ്പി നിൽക്കുന്ന അർത്ഥലോകമുണ്ട് എന്ന് ആലോചിക്കണം. ഇത്ര വലിയ സാധ്യതയാണ് വാക്ക്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന സമൂഹം സ്വേച്ഛാധിപതികൾ വളരുന്ന സമൂഹമായിരിക്കും. അതുകൊണ്ട് ധാരാളം മിണ്ടുക. നമുക്ക് മിണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, നമ്മൾ മിണ്ടിയിട്ട് പ്രേമിക്കുക, നമുക്ക് മിണ്ടിയിട്ട് കലഹിക്കുക, മിണ്ടിയിട്ട് സ്വപ്നം കാണുക. വാക്കിന്റെ ഉജ്ജ്വലമായ അന്തരീക്ഷങ്ങൾ, ഉന്മാദം നിറഞ്ഞ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചിട്ട് നമുക്ക് സ്വയം വിമോചനമാവാൻ വേണ്ടി ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ അവസാനിക്കുന്നു. ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും